എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. ഏപ്രിൽ 2, 3 തീയതികളിൽ ചിറ്റണ്ടയിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവം ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ സംഘാടക സമിതിയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ തീരുമാനിച്ചു. ചിറ്റണ്ട ഗജ നാച്ചുറൽ പാർക്കിൽ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിനുവേണ്ടി 32 ഏക്കർ വരുന്ന ട്രസ്റ്റ് സ്ഥലം സജ്ജമാക്കി ഒരേ സമയം 1000-ൽ പരം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും സമ്മേളനവേദി, കലാവേദി, വ്യാപാര വിപണന കേന്ദ്രങ്ങൾ, പ്രദർശന സ്റ്റാളുകൾ, ഇൻഫർമേഷൻ സെന്റർ, വിനോദ കേന്ദ്രങ്ങൾ എന്നിവ ഇവിടെ ഒരുക്കും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിക്ക് എത്തിച്ചേരും. ചിറ്റണ്ട ഗജ നാച്ചുറൽ പാർക്കിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ പൊതുസമ്മേളനം എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ KP മനോജ് കുമാർ ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു. ഭക്തിയുടെയും ആരാധനയുടെയും പേരിൽ നടത്തുന്ന കാപഢ്യങ്ങളെ സമൂഹം തിരിച്ചറിയണമെന്നും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരക്രമങ്ങൾ ആരും കൈയെടുക്കരുത് എന്നും അദ്ദേഹം തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഗജ നാച്ചുറൽ പാർക്ക് ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നു, ഒപ്പം ജീവനോപാധി പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുമെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ട്രസ്റ്റ് ചെയർമാൻ KP മനോജ് കുമാർ സ്വാഗത സംഘം ചെയർമാനായും സ്വാഗത സംഘം ചീഫ് കോർഡിനേറ്ററായും പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിനെയും സെക്രട്ടറിയായി P ശശികുമാറും അടങ്ങുന്ന 301 അംഗ സ്വാഗത സംഘാടക സമിതിയെ യോഗത്തിൽ തെരഞ്ഞെടുത്തു. സംഘാടക സമിതി യോഗത്തിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, സുമന സുഗതൻ, ഷീജ സുരേഷ്, PM സജി, MK ജോസ്, ജോർജ് മംഗലം, PS ജയഗോപാൽ, KRC മേനോൻ, ജ്യോതിഷ പണ്ഡിതൻ മോഹൻ K വേദകുമാർ, K മഹേഷ്, P മധു, ചന്ദ്രൻ രാമൻ തറ തുടങ്ങിയ വിവിധ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രതിനിധികളും സ്ഥാപന ഉടമകളും ജീവനക്കാരും നാട്ടുകാരും സ്വാഗത സംഘം ചടങ്ങിൽ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.